Okay. ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻ മൈക്രോ എക്കണോമിക്സ് വിച്ച് among the following sequence in respect of internal issues of the business firm is correct? അപ്പൊ മൈക്രോ എക്കണോമിക്സ് ആണ് ചോദിക്കുന്നത്. അറിയാവോ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? അപ്പൊ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് നമ്മൾ എക്കണോമിക്സിന്റെ രണ്ട് ബ്രാഞ്ച് ആയിട്ട് തന്നെ വരുവാണ്. അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ല സ്റ്റഡി ചെയ്യുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് എൻ ഇക്കോണമി, ഒരു ഇക്കോണമിയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റി. മാക്രോ എക്കണോമിക്സ് പറയുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആഗ്രിഗേറ്റ് ആണ്, എന്ന് വെച്ചാൽ ഇക്കോണമി ആസ് എ ഹോൾ. ഇപ്പൊ മൈക്രോ എക്കണോമിക്സ് നമ്മളൊരു കസ്റ്റമറിനെ, കൺസ്യൂമറിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നു, പ്രോഡക്ട്സിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നു, അതിന്റെ കോസ്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നു മൈക്രോ എക്കണോമിക്സിൽ. അതുപോലെ മാക്രോ എക്കണോമിക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഇക്കോണമി ആസ് എ ഹോൾ, ആഗ്രിഗേറ്റ് ആണ്. ഇവിടെ നമ്മൾ ഒരു കസ്റ്റമറിന്റെ ഡിമാൻഡ് സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ടോട്ടൽ ഡിമാൻഡ് ആയിരിക്കും. അതുപോലെ ഇവിടെ ഒരു പ്രോഡക്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട്, അങ്ങനെ എല്ലാത്തിനും ആഗ്രിഗേറ്റ് വരുന്നതിനാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. For microeconomics, which among the following sequence in respect of internal issues of the business firm is correct? For business firm ന്റെ internal issues discuss ചെയ്യുന്ന സമയത്ത് ഏതാണ് സീക്വൻസ് എന്ന് പറയുന്നത്? ഇപ്പൊ മൈക്രോ എക്കണോമിക്സ് ആയാലും മാക്രോ എക്കണോമിക്സ് ആയാലും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ്, അല്ലെ? അപ്പൊ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കണോമിക്സ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? സ്കാർസ് റിസോഴ്സസ് ആൻഡ് അതിന്റെ യൂട്ടിലൈസേഷൻ ആണ് വരുന്നത്, അല്ലെ? അപ്പൊ ഇതില് ഒരു ബിസിനസ് ഫേമിനകത്ത് ഇന്റേണൽ ഇഷ്യൂസ് വരുന്ന സമയത്ത്, അപ്പൊ ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, മൂന്നാണ് നമുക്ക് ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് വരുന്നത്. അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. അപ്പൊ അതിൽ പറയുന്ന വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, ലാസ്റ്റ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണ്. ഈ നാല് കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത് രണ്ടെണ്ണം പറഞ്ഞത് അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. അത് രണ്ടും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തീരുമാനിക്കാം. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ദ ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. നെക്സ്റ്റ് ഹൗ ടു പ്രൊഡ്യൂസ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആണ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ ഇതിൽ നോക്കിക്കേ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, ആ ഓർഡറിൽ വരില്ല, അല്ലെ? ബേസിക് ഇക്കണോമിക് ഏത് പ്രോബ്ലം സ്റ്റഡി ചെയ്യുന്ന സമയത്തും, ഇപ്പൊ ഇന്റേണൽ ഇഷ്യൂ സ്റ്റഡി ചെയ്യുന്ന സമയത്താലും ഏത് സ്റ്റഡി ചെയ്യുന്ന സമയത്താലും നമ്മൾ ആ ഓർഡറിലാണ് പോകുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് തന്നെയാണ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എന്നിട്ടാണ് ഹൗ ടു പ്രൊഡ്യൂസ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസിലേക്ക് പോകുന്നുള്ളൂ. ഒന്നാമത് നമുക്ക് വരില്ല, അല്ലെ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് അവിടെ വരില്ല, ഹൗ മച്ച് കഴിഞ്ഞിട്ട് ഹൗ ടു പ്രൊഡ്യൂസ് വരുള്ളൂ. ഇവിടെ രണ്ടാമത്തെയാണ് കറക്റ്റ് വരുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൗ ടു പ്രൊഡ്യൂസിലേക്ക് വരുള്ളൂ. അപ്പം കൺസംഷൻ, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, കൺസംഷൻ വരുള്ളൂ, ഡിസ്ട്രിബ്യൂഷനും വരുള്ളൂ. അപ്പൊ പ്രൊഡക്ഷനിലാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. നെക്സ്റ്റ് ഹൗ ടു പ്രൊഡ്യൂസ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഹൗ ടു ഡിറ്റർമിൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഇന്റേണൽ ബിസിനസ് ആണ് പറയുന്നത്, അല്ലെ? ഇവിടെ ഇന്റേണൽ ഇഷ്യൂസ് ഓഫ് ദ ബിസിനസ്സിൽ നമുക്ക് വരുന്നത് ഹൗ ടു ഡിറ്റർമൈൻ പ്രൈസ്. ലാസ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ടൈമിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സീക്വൻസിലായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നമ്മളിങ്ങനെ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ആലോചിച്ചാൽ മതി, ആ ഓർഡറിൽ മാത്രമേ വരുള്ളൂ. ഫസ്റ്റ് വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസിന്റെ കൂടെ തന്നെ ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, അലോക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ആ ഓർഡർ ആലോചിച്ച് വെച്ചാൽ മതി. Next, managerial economics is concerned with which combination of the following? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നതെന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ആൻഡ് ഡെസിഷൻ, പ്രൊഡക്ഷൻ ബിഹേവിയർ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, ഇൻപുട്ട് റിവാർഡ് അനാലിസിസ് ആൻഡ് ഡെസിഷൻ, ഇക്കണോമിക് എൻവയോൺമെന്റ് അനാലിസിസ്. ശരിക്കും പറഞ്ഞാൽ മാനേജറിയൽ എക്കണോമിക്സ് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് മെയിൻലി സ്റ്റഡി ചെയ്യുന്നത്. ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നില്ല, ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ലാസ്റ്റ് വരുന്ന ഡി എന്ന് പറയുന്ന എക്കണോമിക് എൻവയോൺമെന്റ് അനാലിസിസ് ആണ്. അത് ശരിക്കും മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് നമുക്ക് മാനേജറിയൽ എക്കണോമിക്സിൽ കൂടുതൽ വരുന്നില്ല. നമുക്ക് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് സ്റ്റഡി മാത്രമേ വരുന്നുള്ളൂ, അല്ലെ? അപ്പൊ അതിൽ നമുക്ക് കോമ്പിനേഷൻ പറയാൻ പറ്റുന്ന ഏതാണ്? ABC. Indicate the correct code for the scope of managerial economics from the same category എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതിൽ നിന്ന് തന്നെ വന്നതാണ്, അല്ലെ? സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഡിമാൻഡ് വരും, അല്ലെ? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, പ്രൈസിങ് വരും, ഫാക്ടർ പ്രൈസിങ് ഡിസിഷൻ വരും. പക്ഷെ
എക്കണോമിക് എൻവയോൺമെന്റ് മീൻസ് മൈക്രോ ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന, മാക്രോ വരുന്നില്ല. മാക്രോയിലാണ് നമ്മൾ എക്കണോമിക് ആസ് എ ഹോൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഇക്കണോമിക് എൻവയോൺമെന്റ് അനാലിസിസ് നമുക്ക് വേണ്ട ഇതില് മാനേജറിയൽ ഇക്കണോമിക്സ് വരുന്ന സമയത്ത് വേണ്ട. അപ്പൊ ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാനേജറിയൽ ഇക്കണോമിക്സിൽ എന്ത് വരുന്നുണ്ടോ, മൈക്രോ എക്കണോമിക്സിൽ എന്ത് വരുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ എന്ത് വരുന്നുണ്ട് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മാനേജറിയൽ എക്കണോമിക്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ സ്റ്റഡിയാണ്. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമി ആസ് എ ഹോൾ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇതാ ഒരു ക്വസ്റ്റ്യൻ കൂടി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്റ്റഡീഡ് ഇൻ മാക്രോ എക്കണോമിക്സ്? മാക്രോ എന്തായിരുന്നു? ഇക്കോണമി ആസ് എ ഹോൾ അല്ലെ. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് സാധനങ്ങൾ അതിൽ ഉണ്ടാവില്ല. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി മാക്രോയിൽ വരും അല്ലെ. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് ഡെസിഷൻ അത് ഓരോ ഇൻഡസ്ട്രി ബേസ്ഡ് അല്ലെങ്കിൽ ഫേം ബേസ്ഡ് വരുന്നതാണ്. അപ്പൊ അത് വരില്ല. ഫോറിൻ ട്രേഡ് ഇക്കോണമി ആസ് എ ഹോൾ ആണ്. തിയറീസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇക്കോണമി ആസ് എ ഹോൾ ആണ്. ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ സ്റ്റഡി ഏതാ വന്ന ഇവിടെ? 2 മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് ഡെസിഷൻ. അത് ഏതിൽ വരില്ല? മാക്രോയിൽ വരില്ല, അത് മൈക്രോയിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കാം. എന്താണ് മാനേജറിയൽ എക്കണോമിക്സ്, എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കവേർഡ് ഇൻ മാക്രോ എക്കണോമിക്സ്? സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്കോണമി ആസ് എ ഹോൾ, മാറിപ്പോകാൻ പാടില്ല. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് ആലോചിക്കുക. ചെറുതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഒരു ഫേമിനെ പറ്റിയോ ഒരു കൺസ്യൂമറിനെ പറ്റിയോ ഒരു ഇൻഡസ്ട്രിനെ പറ്റിയോ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് മൈക്രോല വരാം. ഇക്കോണമി ആസ് എ ഹോൾ വരുമ്പോൾ മാക്രോല വരാം. പെർഫോമൻസ് ഓഫ് ദ എൻറ്റയർ ഇക്കോണമി മാക്രോയിൽ വരും അല്ലെ. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഓഫ് എ കമോഡിറ്റി, ഒരു കമോഡിറ്റി ഇൻഡിവിജ്വൽ ആയി കഴിഞ്ഞാൽ മൈക്രോല വരാം. ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അതൊക്കെ മാക്രോയിൽ വരുന്നതാണ്. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഇക്കോണമി ആസ് എ ഹോളിനാണല്ലേ വരുന്നത്. അപ്പൊ അതൊക്കെ മാക്രോയിൽ വരും. വരാത്തത് ഏതാ? പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഓഫ് എ commodity. Macroeconomics basically concerned with which of the following in an economy? Macroeconomicsലെ മെയിൻ ആയിട്ട് ഏതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കോമേഴ്സ് അതൊക്കെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് അല്ലെ. ട്രേഡ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അപ്പൊ നമ്മൾ മാക്രോ എന്ന് പറയുമ്പോൾ ഇക്കോണമിയിൽ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, ഗ്രോത്ത് ഇതെല്ലാം വരുന്നുണ്ട്. ഈ പോപ്പുലേഷൻ വരുന്നുണ്ട്, പക്ഷെ ഇൻകം സ്റ്റഡി നമുക്ക് ശരിക്കും മൈക്രോയിലാണ് വരുന്നത്. എംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ആൻഡ് ഗ്രോത്ത് ആണ് മാക്രോന്റെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നത്. ഇപ്പൊ എംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, ഗ്രോത്ത് ഇതൊക്കെയാണ് നമുക്ക് മാക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഡിമാൻഡിന്റെ ഏരിയ എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി റെഫേഴ്സ് ടു quantity of the commodity demanded at a certain price during any particular period of time. എന്തായിരുന്നു ഡിമാൻഡ് എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഡിമാൻഡ് അറ്റ് എ certain price during any particular period of time. ഇനി ഡിമാൻഡ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാം. ഡിമാൻഡിൽ വരുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ ഡിസയർ, രണ്ടാമത്തെ വില്ലിംഗ്നെസ്, മൂന്നാമത്തെ അഫോർഡബിലിറ്റി. 3 കാര്യങ്ങളാണ് ഡിമാൻഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പൊ ഡിമാൻഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തത് ഡിസയർ, നമുക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ അഫോർഡബിലിറ്റി, നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ വില്ലിംഗ്നെസ് എന്ന് പറഞ്ഞാൽ വില്ലിംഗ്നെസ് ടു സ്പെൻഡ് ഫോർ ഇറ്റ്. ഇപ്പൊ ഡിമാൻഡ് ഏരിയന്ന് അങ്ങനെ ഒരു ഡിമാൻഡ് എന്താന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി റെഫേഴ്സ് ടു quantity of the commodity demanded at a certain price during any particular period of time. കറക്റ്റ് ആണല്ലേ? ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറയുമ്പോൾ, ഡിമാൻഡ് ആസ് എ കോൺസെപ്റ്റ് പറയുമ്പോൾ 3 കാര്യങ്ങൾ വരും. ഒരു കൊമോഡിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസിൽ എത്രയാണ് അതിന്റെ ഡിമാൻഡ് വരുന്നത്, അതിന് നമുക്ക് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറയാം. രണ്ടാമത്തെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഇസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് കൺസേൺഡ്. കറക്റ്റ് അല്ലേ? ഡിമാൻഡും പ്രൈസും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമായിരുന്നു? ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ, നെഗറ്റീവ് റിലേഷൻഷിപ്പാ. ഇപ്പൊ ഡിമാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൈസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഇൻക്രീസ് ഇൻ പ്രൈസ് ഉള്ള സമയത്താണ് കോൺട്രാക്ഷൻ ഡിമാൻഡ് വരുന്നത്. ഇപ്പൊ രണ്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ഇനി ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 പറയാണ്. ഈ നമുക്ക് മാച്ച് ദ ഫോളോയിങ് വരുമ്പം എവിടെയെങ്കിലും നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അത് ആദ്യം കണ്ടുപിടിച്ച് വെക്കാം.
ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്ന എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അത് മാത്രം വെച്ച് ബാക്കി എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന രീതിയിൽ പോയാൽ ഇത് എല്ലാം ആൻസർ അറിയാന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കണ്ട. എന്ത് ചെയ്യുക, കട്ട് ചെയ്യുന്ന രീതിയിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ അറിയുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ അറിയുന്ന ആൻസർ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കേർവ്സ് ഓൾവേസ് സ്ലോപ്പ് നെഗറ്റീവ്ലി, ആ ഒരു സി എന്ന് പറഞ്ഞൊരു ഓപ്ഷന്റെ നിങ്ങൾക്ക് ആൻസർ അറിയാന്ന് വിചാരിച്ചോ. ഡിമാൻഡ് കർവ് എപ്പോഴും നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ആൻസർ നമുക്കറിയാം C3 ആണെന്ന് അറിയാം. അപ്പൊ C3 വരുന്ന ഓപ്ഷൻസ് മാത്രം എടുക്കാം. അപ്പൊ തന്നെ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്കിത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ചിലപ്പോൾ അതിൽ 2 ഉണ്ടെങ്കിൽ ആ 2 ഓപ്ഷൻ വെച്ച് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. മുഴുവൻ അറിയുന്ന രീതിയിൽ ശ്രദ്ധിക്കണം എന്നില്ല. ഇപ്പൊ ഒന്നാമത്തെ സ്കെയിൽ ഓഫ് പ്രിഫറൻസസ് ആ ചോദിക്കുന്നത്. ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ റാങ്കിങ് ഓഫ് പ്രിഫറൻസസ് ആണ്. ഇപ്പൊ നിങ്ങൾ കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ യൂട്ടിലിറ്റി അനാലിസിസിൽ വരുന്നതാണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വരാം. വാട്ട് ഈസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ ഫ്രം എ കൊമോഡിറ്റി. നമ്മളൊരു കൊമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു കൊമോഡിറ്റിക്കുള്ള പവർ, നീഡ് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി ആണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സിംപ്ലി ഇങ്ങനെ ആലോചിക്കുക, സാറ്റിസ്ഫാക്ഷൻ ആണ് യൂട്ടിലിറ്റി. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഇത് നമുക്ക് അളക്കാൻ പറ്റും സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനാലിസിസിന് വേണ്ടി 2 അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഓർഡിനൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാർഷൽ യൂട്ടിലിറ്റി എന്നും പറയാം. കാർഡിനലിന് വേറൊരു പേരുണ്ട്, മാർഷൽ യൂട്ടിലിറ്റി. അപ്പൊ ഓർഡിനൽ എന്നുള്ള പേര് വെച്ചിട്ട് അത് മനസ്സിലാക്കി വെക്കുക. കാർഡിനൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഓർഡിനൽ ഓർഡറിൽ പോകുന്നതാണ് അല്ലെ. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഓർഡറിൽ എഴുതുകയാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ റാങ്ക് ആയിട്ട് നമ്മൾ പറയാണ്. ഇപ്പൊ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ റാങ്ക് ആയിട്ട് പറയാണ്. എന്നുവെച്ചാൽ ഇതിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഇതിന് കുറച്ച് റാങ്ക് പറയാണ്. 1, 2, 3 എന്ന് പറയും. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ അല്ലെങ്കിൽ മാർഷലിൻ യൂട്ടിലിറ്റി നമ്മൾ പറയുന്നത് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നമ്പർ ആയിട്ട് പറയാൻ പറ്റും. ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. ഇപ്പൊ ഞാനൊരു മാങ്ങ കഴിച്ചപ്പോൾ ഞാൻ പറയണത് എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി. അത് ശരിക്കും അസംപ്ഷൻ ബേസ്ഡ് അനാലിസിസ് മാത്രമാണ്, നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മാർഷലിൻ യൂട്ടിലിറ്റി അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അസംപ്ഷൻ ബേസ്ഡ് അനാലിസിസ് ആണ്. ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ആയിട്ട് പറയാണ്. ഇപ്പൊ മറ്റേ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇതിൽ നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഓർഡർ പറയാണ്. ഇപ്പൊ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളൊന്ന് എത്രത്തോളം പ്രിഫർ ചെയ്യുന്നു നമുക്ക് ഓർഡറിൽ പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണല്ലേ. മാർഷലിൻ യൂട്ടിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. inadequate explanation of given goods. അപ്പൊ നമുക്ക് ഇൻഡിഫറൻസ് കർവ് ഓർമ്മയുണ്ടോ? ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയില് ഈ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു കൺസംഷൻ ബണ്ടിലിനെ പറ്റിയാ പറയുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു കൺസംഷൻ ബണ്ടിൽ. അപ്പൊ എന്താ കൺസംഷൻ ബണ്ടിൽ? കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് മണി വെച്ചിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിനാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇപ്പൊ കൺസംഷൻ ബണ്ടിൽ നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ കൺസംഷൻ ബണ്ടില് ഇപ്പൊ 2 പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്. എനിക്ക് എന്തെങ്കിലും 2 പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ 500 രൂപ വെച്ചിട്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് ഡിഫറെന്റ് കോമ്പിനേഷനിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ. ഇപ്പൊ ഞാൻ ചക്കയും മാങ്ങയും വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ഒരു ചക്കയും 10 മാങ്ങയും വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം അത് ഓപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കാം, അല്ലെ 2 ചക്കയും 3 മാങ്ങയും വാങ്ങിക്കാം. അങ്ങനെ പല രീതിയിൽ വാങ്ങിക്കാം. ഇതിനാണ് നമ്മൾ 46, 47, 48, 49 ഉണ്ടല്ലോ. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. അപ്പം കൺസംഷൻ ബണ്ടിലിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡിഫറൻസ് കർവിൽ പറയുന്നത്. അപ്പൊ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞതില് നമുക്ക് കുറെ ബണ്ടിൽസ് ഉണ്ടാക്കാം അല്ലെ. നമ്മുടെ കയ്യിൽ ഗിവൺ എമൗണ്ട് ഓഫ് മണിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, 2 ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ കൺസംഷൻ ബണ്ടില് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. കൺസ്യൂം ചെയ്യുന്ന സമയത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി കിട്ടും അല്ലെ. ഇത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ചില കൺസംഷൻ ബണ്ടിൽസ് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ സെയിം ആയിരിക്കുന്ന കൺസംഷൻ ബണ്ടിൽസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻസിന്റെ പേര് വന്നിരിക്കുന്നത് ഇപ്പൊ അത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത്
എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്. ഇപ്പൊ 5 മാങ്ങയും ഒരു ചക്കയും കഴിച്ചാലും, ഇപ്പൊ 2 ചക്കയും ഒരു മാങ്ങയും കഴിച്ചാലും എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സെയിം ആണെന്ന് വിചാരിച്ചോ. അപ്പൊ 2 ബണ്ടിൽ ഞാൻ ഇൻഡിഫറന്റ് ആണ്, വെച്ചാൽ കെയർലെസ് ആണ്. അത് കിട്ടിയാലും ഓക്കെ, ഇത് കിട്ടിയാലും ഓക്കെ. അങ്ങനെയാണ് പേര് വന്നത്. അപ്പൊ പേര് വെച്ചിട്ട് ആലോചിച്ച് നോക്കുക. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൺസംഷൻ ബണ്ടിലിനകത്ത് എനിക്ക് ഒരു വ്യത്യാസം തോന്നാത്ത സംഭവമാണ് ഇൻഡിഫറൻസ്. അപ്പൊ ആ ഇൻഡിഫറൻസ് പോയിന്റ്സ് നമ്മൾ കേർവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇൻഡിഫറൻസ് കേർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കേർവിനകത്ത് നമുക്ക് ഗിഫൻ ഗുഡ്സിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല അല്ലെ. ഇൻഡിഫറൻസ് കേർവിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് മണിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ്. അപ്പൊ അത് സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ്. ശരിക്കും ഗിഫൻ ഗുഡ്സിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി കുറവാണ്, പക്ഷെ നമ്മളത് വാങ്ങിക്കുന്നതാണ്. ഗിഫൻ ഗുഡ്സ് എന്തായിരുന്നു? നമുക്ക് വില കുറവാണ്, അപ്പൊ നമ്മുടെ കയ്യിൽ ഇൻകം കുറവായ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ലൈക്ക് പൊട്ടാറ്റോ, ബ്രെഡ്, ഇതിനൊക്കെ നമ്മൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഗിഫൻ ഗുഡ്സും ഉണ്ട്, ഇൻഫീരിയർ ഗുഡ്സും ഉണ്ട്. നമ്മൾ രണ്ടും സിനോണിമസ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഫീരിയർ ഗുഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഗിഫൻ ഗുഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് കുറവാണ്. അങ്ങനെ ഡിഫറൻസ് ആയിട്ട് ചോദിച്ചാൽ മാത്രം ആ ഒരു പോയിന്റ് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് ആർ ഗിഫൻ ഗുഡ്സ്, രണ്ടും ഒന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂട്ടിലിറ്റി വർക്ക് ചെയ്യില്ല. അപ്പൊ ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ട് നമുക്ക് ഗിഫൻ ഗുഡ്സിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, കർവ്സ് ഓൾവേസ് സ്ലോപ്പ് നെഗറ്റീവില്. ഏതിന്റെ കേസിലാണ്? ഡിമാൻഡ് കർവിന്റെ കേസിൽ അല്ലെ. ഇൻ സെപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. അപ്പൊ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് നമ്മൾ മാർഷൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ കാണിക്കുന്നില്ല. ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് അറിയില്ലേ? നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ലോ ഓഫ് ഡിമാൻഡ് ചിലപ്പം അതിനനുസരിച്ച് വരണമെന്നില്ല. നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ പ്രൈസും ഇൻകം ഒക്കെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് വെച്ചാൽ മാത്രമേ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ യൂട്ടിലിറ്റിയും അതിലും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് നമുക്ക് ഇൻസെപ്പറബിൾ ആണ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് മാറും. അത് നമ്മൾ യൂട്ടിലിറ്റി അളക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ വരുന്നതെന്നാണ് നമ്മൾ മാർഷലിന് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് നോക്കാം. ഡിമാൻഡ് കർവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഓർഡിനൽ ആൻഡ് കാർഡിനൽ അല്ലെങ്കിൽ ഓർഡിനൽ ആൻഡ് മാർഷൽ യൂട്ടിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇൻഡിഫറൻസ് കർവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി. പിന്നെ ഒരു ടേം പറഞ്ഞിരിക്കുന്നത് എന്താ? ഗിഫൻ ഗുഡ്സ്. ഗിഫൻ ഗുഡ്സ് ഒക്കെ പലപ്പോഴും ചോദിക്കുന്നതാണ്. ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഗിഫൻ ഗുഡ്സ്, ഇൻഡിഫറൻസ് കർവ്, ഓർഡിനൽ യൂട്ടിലിറ്റി, ഡിമാൻഡ് കർവ് എന്താണ്, മാർഷൽ യൂട്ടിലിറ്റി എന്താണ്. മാർഷൽ യൂട്ടിലിറ്റി വേറൊരു പേരെന്തായിരുന്നു? കാർഡിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ യൂട്ടിലിറ്റി വെൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ എന്താ സ്റ്റഡി ചെയ്യുന്നത്? പ്രൈസും ഡിമാൻഡും, ചേഞ്ച് ഇൻ പ്രൈസും ചേഞ്ച് ഇൻ ഡിമാൻഡും ആണ് നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡില്. അപ്പൊ അതിനകത്ത് ഗ്രേറ്റർ ദാൻ യൂട്ടിലിറ്റി യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേഷ്യോ 1ൽ കൂടുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 കിട്ടുള്ളൂ. നമുക്ക് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് റേഷ്യോ 1 ആയിട്ടേ കിട്ടുള്ളൂ. പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് മോർ ദാൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അല്ലെ. അപ്പോഴല്ലേ നമുക്ക് ഗ്രേറ്റർ ദാൻ യൂണിറ്റിയിൽ കിട്ടുള്ളൂ അല്ലെ. പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് ലെസ് ദാൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതില് കുറവായിരിക്കും അല്ലെ, 1ൽ കുറവായിട്ട് കിട്ടുന്നത്. ദർ ഇസ് ചേഞ്ച് ഇൻ പ്രൈസ്, വെറുതെ പ്രൈസിൽ മാത്രം ചേഞ്ച് ഉണ്ടായത് കൊണ്ട് നമുക്ക് അത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ പറയാൻ പറ്റുന്ന പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് മോർ ദാൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ ഇതിന്റെ ആൻസർ പറയണമെങ്കിൽ നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് വാട്ട് ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് എന്താണ്? നമ്മളെ ചേഞ്ച് ഇൻ ഡിമാൻഡും ചേഞ്ച് ഇൻ പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the producer will offer more of a product at higher price. Next, the quantum that producers want to sell is equal to quantum that consumer want to buy. Equal എന്ന് പറഞ്ഞാൽ equilibrium ആണ് എപ്പോഴും വരുന്നത്. Quantum of producers want to sell is equal to quantum of what consumers want to buy. അപ്പൊ B എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് വരണം ഇവിടെ? മാർക്കറ്റ് ഇക്വിലിബ്രിയം അല്ലേ. സെൻസിറ്റിവിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് ടു പ്രൈസ് ചേഞ്ച്. പ്രൈസ് ചേഞ്ചിൽ കൺസ്യൂമേഴ്സിന് വരുന്ന
ചേഞ്ച് സെൻസിറ്റിവിറ്റി. അത് നമുക്ക് എന്തായിട്ട് പറയാം? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലെ? എന്തായിരുന്നു? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വെറുതെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇൻകം ആയിരിക്കും. ഒന്നും പറഞ്ഞില്ലേ നമ്മൾ അതിന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ മീൻസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെറുതെ പറഞ്ഞാൽ അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. അപ്പൊ ഡി എന്ന് പറഞ്ഞത് 4 ആണ് നമുക്ക് മനസ്സിലായി. ഇത് ഇക്വിലിബ്രിയം ആണെന്ന് മനസ്സിലായി. അപ്പൊ ബി 1 ആണ്, ഡി 4 ആണ്. അത് ഫിക്സ് ആയില്ല. അപ്പൊ അതിലുള്ള പോയിന്റ് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അത്രയും ഷുവർ ആയിട്ടുള്ള 2 പോയിന്റ് മാത്രം എടുക്കാം. അത് വെച്ച് ചിലപ്പോൾ ഒരു പോയിന്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ ഒരു ഓപ്ഷൻ വരുന്നത് ഒരു കോമ്പിനേഷൻ ഉള്ളെങ്കിൽ നമുക്ക് അതെടുത്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ പ്രൊഡ്യൂസേഴ്സ് വിൽ ഓഫർ മോർ ഓഫ് എ പ്രോഡക്റ്റ് അറ്റ് ഹയർ പ്രൈസ്. ഏതിലാ പറയുന്നത്? ലോ സപ്ലൈയിലല്ല അല്ലെ? സപ്ലൈയും പ്രൈസും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓഫർ പ്രൊഡ്യൂസേഴ്സ് ഓഫർ ചെയ്യാന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യാം മോർ അറ്റ് ഹയർ പ്രൈസ്. അപ്പൊ സപ്ലൈയും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് അല്ല അല്ലെ? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പൊ പ്രൈസ് കൂടുന്ന സമയത്ത് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അത് ഏതിലാ പറയുന്നത്? ലോ സപ്ലൈയിലാ പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ദ സെൻസിറ്റിവിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് ടു പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നപ്പം കൺസ്യൂമേഴ്സിന് വരുന്ന സെൻസിറ്റിവിറ്റി അത് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ തന്നെ പറയുന്നത്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിലാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അളക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇതെടുക്കാം. ഇഫ് ഡിമാൻഡ് ഇക്വേഷൻ ഇസ് ഗിവൺ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. ഈ ഡിമാൻഡ് ഇക്വേഷനും സപ്ലൈ ഇക്വേഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ചിലപ്പോൾ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, ചിലപ്പം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ ഡിമാൻഡ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ ഡി ഈക്വൽ ടു 1000 മൈനസ് പി ആൻഡ് ദ പ്രൈസ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ എസ് ഈക്വൽ ടു 100 പ്ലസ് 4p. ഇപ്പൊ ഇവിടെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ടത് ഡിമാൻഡ് ഇക്വേഷനിൽ തന്നിട്ടിരിക്കുന്നത് ഡി ഈക്വൽ ടു എസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഡി ഈക്വൽ ടു എസ് ആണെങ്കിൽ 100 മൈനസ് പി ഈക്വൽ ടു 1000 മൈനസ് പി ഈക്വൽ ടു 100 പ്ലസ് 4p അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇപ്പൊ ഡി ഈക്വൽ ടു എസ് ആണെന്ന് ആലോചിക്കാം. എന്നുവെച്ചാൽ ആ ഒരു ഇക്വേഷനിൽ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആയിരിക്കും. ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഡി ഈക്വൽ ടു എസ് ആണെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ? 1000 മൈനസ് പി. എസ് എന്ന് പറഞ്ഞാൽ എന്താ? 100 പ്ലസ് 4p. ഇപ്പൊ 1000 മൈനസ് പി ഈക്വൽ ടു 100 പ്ലസ് 4p. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് പോലെ ഇത് സോൾവ് ചെയ്യാം. 1000 മൈനസ് പി ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്, 100 പ്ലസ് 4p അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്. എന്റെ റൈറ്റിംഗ് പാഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ചെയ്യാം. 1000 മൈനസ് പി ഒരു സൈഡിൽ എഴുതാ ഈക്വൽ ടു 100 പ്ലസ് 4p. അപ്പൊ നമ്മൾ എന്താ 1000 നമ്പർ ഇവിടെ കിടപ്പുണ്ട്, അപ്പുറത്ത് 100 നമ്പർ എടുപ്പുണ്ട്. അപ്പൊ 100 ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ 1000 മൈനസ് 100 ഈക്വൽ ടു എന്ത് വരും? അപ്പുറത്തെ സൈഡില് 4p പ്ലസ് p വരും അല്ലെ? p നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ശരിക്കും നമുക്ക് വരുന്നത് 900 ഈക്വൽ ടു 5p എന്ന് വരും. അപ്പൊ അതിൽ നിന്ന് 900 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും p വരുന്നത്. മാത്തമാറ്റിക്കൽ ഒരു നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്താൽ മതി. അപ്പൊ 900 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 180 ആണ് ആൻസർ. അപ്പൊ ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആകെ ചെയ്യേണ്ടത് ഡി ഈക്വൽ ടു എസ്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഡി ഈക്വൽ ടു എസ്. ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ 1000 മൈനസ് പി, എസ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 4p. രണ്ടും രണ്ട് സൈഡിലിടാം. ഒരു മാത്തമാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്യാം. Arrange the following steps involved in the estimation of demand function using econometric analysis in the proper order. അപ്പൊ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനിൽ വരുന്ന arrange the following steps involved in estimation of demand function. ഇപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ ഓർഡറിൽ ഏതാണ് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെയോ തന്നിരിക്കുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ, എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ, mathematical specification of the relationship among the variable, using the estimate to arrive at estimates of variables, identification of variable. ഇപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്യണം? നമ്മള് നോർമൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ ആണെന്ന്. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് അറിയണ്ടേ? അപ്പൊ അതിനുവേണ്ടി ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് ആണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇപ്പം നമുക്ക് നോർമലി എല്ലാത്തിലും നമ്മൾ പറയും ആദ്യം ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിലും എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് വരുന്നത് 5 ആണ്.
വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? കളക്ഷൻ ഓഫ് ഡാറ്റയിലേക്ക് പോവാം. ഇനി ഈ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് അല്ല, കളക്ഷൻ ഓഫ് ഡാറ്റയുടെ പോയിന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസും വരാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് കൊടുക്കാം, എന്നിട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ, എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് എന്തൊക്കെയാ പോയിന്റ് ഇരിക്കുന്നത്? എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ, മോഡലിന്റെ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാം. മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്. ഇപ്പൊ നമ്മൾ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്താലല്ലേ നമുക്ക് പാരാമീറ്റർ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തേർഡ് പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾ. അത് നമുക്ക് വേരിയബിൾ എന്താണെന്ന്, എക്സ് ആൻഡ് വൈ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചു. ആ എക്സ് ആൻഡ് വൈയുടെ ഡാറ്റ കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സ്പെസിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മോഡലിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ എസ്റ്റിമേറ്റ്സ്, യൂസിങ് ദ എസ്റ്റിമേറ്റ്സ് പറഞ്ഞാൽ തന്നെ അറിയാം, ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്താലേ നമുക്ക് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസിങ് എസ്റ്റിമേറ്റ് ടു അറൈവ് അറ്റ് എസ്റ്റിമേഷൻ ഓഫ് വേരിയബിൾസ്, എസ്റ്റിമേറ്റ്സ് ഓഫ് വേരിയബിൾസ്. അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റെപ്സ് ചെയ്യാൻ പറ്റുന്നത്. If two commodities are complementary, then rise in price of one commodity will induce. ഇപ്പൊ നമ്മൾ കോംപ്ലിമെന്ററി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് അല്ലെ? എന്തായിരുന്നു കോംപ്ലിമെന്ററി പ്രോഡക്ട്സ്, എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം ഒന്ന് എടുക്കാൻ പറ്റുന്നത്. ചായയും കാപ്പിയും അല്ലെ? നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പഠിച്ചായിരുന്നു. ചായയും കാപ്പിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ. കോംപ്ലിമെന്ററി കാറും പെട്രോളും ആയിരുന്നു. അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ചായയും കാപ്പിയും, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാറും പെട്രോളും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം. പ്രൈസ് മാറുവാണ്. ഇപ്പം ചായയുടെ വില കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാപ്പി വാങ്ങിക്കും അല്ലെ? അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡാണ് ഇവിടെ കൂടിയത്. കോംപ്ലിമെന്ററി ആണ് എന്താ സംഭവിക്കാം? പെട്രോളിന്റെ വില കൂടി കഴിഞ്ഞാൽ കാറിന്റെ ഡിമാൻഡ് കൂടോ കുറയോ? കുറയല്ലേ ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ if two goods are complementary, then rise in the price of one commodity will induce. ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? മറ്റേ കൊമോഡിറ്റിയുടെ ഡിമാൻഡ് കുറയോ അല്ലെ? ഇപ്പൊ ഡിമാൻഡ് കുറയുവാണെങ്കിൽ ഡിമാൻഡ് കർവ് മുന്നോട്ട് പോവോ ബാക്കോട്ട് പോവോ? ഇപ്പൊ നമ്മൾ 2-3 ഡിമാൻഡ് കർവ് വരക്കാമെന്ന് വിചാരിച്ചോ. അപ്പൊ ഡിമാൻഡ് കർവ്, മേലെയുള്ള ഡിമാൻഡ് കർവിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, താഴെ ഡിമാൻഡ് കർവിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. താഴെ കുറവായിരിക്കില്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ നമ്മള് ഡാറ്റ 1 and 2 എന്ന് പറഞ്ഞിട്ട് വരക്കുന്നത് ബാക്കിലായിരിക്കും അല്ലെ? 10ന്റെ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ മുന്നോട്ടല്ലേ വരുന്നത്. അപ്പൊ ബാക്ക്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു എന്നർത്ഥം. ഇപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അത് ഡയറക്ട്ലി പറയാതെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഡിമാൻഡ് ഷിഫ്റ്റിനെ പറ്റിയിട്ട്, ഷിഫ്റ്റ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കർവിലെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. ബാക്ക്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്തെന്നാണ് അർത്ഥം. റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. അങ്ങനെ സംഭവിക്കുക? ഒന്നിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ മറ്റേ പ്രൈസ് കൂടില്ല അല്ലെ? ഡിമാൻഡിലാണ് എഫക്ട് വരുന്നത്, പ്രൈസിലല്ല എഫക്ട് വരുന്നത്. കോംപ്ലിമെന്ററി പ്രോഡക്റ്റ് ആയാലും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആയാലും ഒന്നിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ഡിമാൻഡ് ആണ് നമ്മൾ നോക്കേണ്ടത്, മറ്റേ പ്രൈസ് അല്ല നോക്കേണ്ടത്. അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, നോ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഫോർ അതർ കമ്മോഡിറ്റി. അത് സംഭവിക്കുന്നില്ല അല്ലെ? കോംപ്ലിമെന്ററിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിലും ഒരു പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചേഞ്ച്, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മറ്റേതിന്റെ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നോ ഷിഫ്റ്റ് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒളിഗോപ്പൊളി. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത്? അത് നോക്കാം. ഇപ്പൊ കോസ്റ്റ് ഫംഗ്ഷൻ പറയാണ് ഒന്നാമത്തെ. ഇപ്പൊ ഒന്നാമത്തെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെത്തേഡ്സ് ഉണ്ട് അല്ലെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിലൊന്നാണ് എഞ്ചിനീയറിംഗ് മെത്തേഡ്. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞ സപ്ലൈ ഫംഗ്ഷനിൽ എന്ത് ചെയ്യും? പ്രൈസ്, ഫാക്ടർ പ്രൈസസ് നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിലാണ് നമ്മൾ കിങ്കി ഡിമാൻഡ് കർവ് സ്റ്റഡി ചെയ്യുന്നത്. അല്ല, ഒളിഗോപ്പൊളിയിലാണ് നമ്മൾ കിങ്കി ഡിമാൻഡ് കർവ് സ്റ്റഡി ചെയ്യുന്നത്. കിങ്കി ഡിമാൻഡ് കർവ്, ഒളിഗോപ്പൊളി എന്തായിരുന്നു? കുറച്ച് ഫേംസ് മാത്രം വരുന്ന അല്ലെ? അപ്പൊ നമ്മൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്ററിന്റെ പ്രൈസിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രൈസിങ് ഡിസിഷൻ. നമ്മൾ പ്രൈസ് ടേക്കർ അല്ല അല്ലെ ഒളിഗോപ്പൊളിയിൽ. അപ്പൊ ഒളിഗോപ്പൊളിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, കോമ്പറ്റീറ്ററിന്റെ പ്രൈസിനനുസരിച്ച് നമ്മുടെ പ്രൈസ് ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ഡിമാൻഡ് കർവില് ഷേപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അതിനാണ് കിങ്കി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മള്
നോർമലി ഡൗൺവേർഡ് സ്ലോപ്പിൽ വരുന്നതായിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് സ്റ്റൈലിലാണ് വരുന്നത് ഒളിഗോപ്പൊളിയിൽ. അതുകൊണ്ടാണ് ഒളിഗോപ്പൊളിയിൽ കിങ്കി ഡിമാൻഡ് കർവ് എന്നാണ് അതിന് പറയാം. ഒരു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഷേപ്പ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡി ഒളിഗോപ്പൊളിയിലാണ് കിങ്കി ഡിമാൻഡ് കർവ് വരുന്നത്. ഇപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതിനകത്ത് നമ്മൾ ഐസോകോൺസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഐസോകോൺസ് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ പറയാം, 3, 4, 2, 1 പറയാം. ഒളിഗോപ്പൊളിയിലാണ് കിങ്കി ഡിമാൻഡ്. ഇത് വേറെയും ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഒളിഗോപ്പൊളിയിലാണ് കിങ്കി ഡിമാൻഡ് കർവ്. കിങ്കി ഡിമാൻഡ് കർവില് നമുക്ക് ഷേപ്പ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയും, കിങ്കി ഡിമാൻഡ് കർവ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഗ്രാഫ് ഇട്ടിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണേ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. കിങ്കി ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആയിരിക്കും. Other things being equal, an increase in income leads to decrease in demand for. നമ്മുടെ കയ്യിൽ പൈസ കൂടുവാണ്, എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഏത് പ്രോഡക്റ്റിന്റെ ആണ് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുക? സുപ്പീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലക്ഷറി പോലത്തെ പ്രോഡക്ട്സ് ആണ് അല്ലെ? അപ്പൊ അതിന് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യോ? അതിന്റെ കയ്യിൽ പൈസ കൂടിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ലക്ഷറി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യല്ല ചെയ്യാം, അപ്പൊ അതിന് വരില്ല. ഇൻഫീരിയർ ഗുഡ്സ് എന്തായിരുന്നോ? ലോ ക്വാളിറ്റി ഗുഡ്സ് ആണ്, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇൻഫീരിയർ ഗുഡ്സ്. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വാങ്ങിക്കോ? ഇല്ല അല്ലെ? അപ്പൊ അതർ തിങ്സ് ബീങ് ഈക്വൽ ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. അപ്പൊ ഇതിൽ ഈ ലോ പോലെ പഠിക്കുന്നതിൽ നല്ലത് നിങ്ങൾ ആ ഗുഡ്സ് എന്താണ് അത് ഇമാജിൻ ചെയ്യുക, ഒരു നോർമൽ സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതർ തിങ്സ് ബീങ് ഈക്വൽ ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസും ഡിക്രീസും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് മനസ്സിൽ വിചാരിക്കുക. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്ററിയും പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ചായയും കാപ്പിയും, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ കാറും പെട്രോളും. കുറെ എക്സാമ്പിൾ അല്ല, ഒറ്റ എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക, ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അത് ഡയറക്റ്റ് നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ ചായപ്പൊടിയുടെ വില കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കാപ്പി വാങ്ങിക്കാൻ പോകും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ചായപ്പൊടിയുടെ വില കൂടിക്കഴിഞ്ഞാൽ കാപ്പിയുടെ ഡിമാൻഡ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്തത്. അപ്പൊ സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, അല്ലാതെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കരുത്. നെക്സ്റ്റ്, പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു പെർസെന്റേജ് ചേഞ്ച്. നമ്മൾ പറഞ്ഞതാണോ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് സം അതർ കമോഡിറ്റി. പറഞ്ഞിട്ടില്ല, ഈ ഒരു പോയിന്റ് രണ്ടിലും വന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് സം അതർ കമോഡിറ്റി. ഈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ഇലാസ്റ്റിസിറ്റി തന്നെയാണ്. പക്ഷെ വേറെ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഏത് പോയിന്റ് ആയിട്ട് വരാം? ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. ഒന്നാമത്തത് 3 രണ്ടാമത്തത് 4 വരുന്നത് അല്ലെ? ഹോമോജീനസ് പ്രോഡക്റ്റ്, ഇത് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് മാർക്കറ്റ് സിറ്റുവേഷൻസിൽ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ്, പക്ഷെ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടാവും, പക്ഷെ കോമ്പറ്റീഷൻ ഇല്ല. അതെങ്ങനെ കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കുക? അപ്പൊ എല്ലാവരും ഒരേ സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ. കോമ്പറ്റീഷൻ വരണമെങ്കിൽ ഇത് എന്റേതാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലെ? ഇന്ന കമ്പനിയുടെ ആണ്. അപ്പൊ അല്ലേ ആൾക്കാർ അത് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കോമ്പറ്റീഷന്റെ ആവശ്യമുള്ളൂ. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനസ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ പെർഫെക്റ്റ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കോമ്പറ്റീഷൻ ഇല്ല, പക്ഷെ ഹ്യൂജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. കുറെ ആൾക്കാർ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ അത് വാങ്ങിക്കാനും പോകുന്നുണ്ട്, പക്ഷെ കോമ്പറ്റീഷൻ ഇല്ല. എപ്പൊ അത് കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കാം? കണ്ടാൽ മനസ്സിലാവുന്നില്ല നമ്മൾ ഇത് ആരാണ് ഈ സാധനം വിറ്റത്, ഏത് സെല്ലറിന്റെ ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ എല്ലാം ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ? എല്ലാം ഒന്നാണ്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഹോമോജീനസ് പ്രോഡക്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഡിമാൻഡഡ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ക്വാണ്ടിറ്റി. നമ്മളൊരു ഡിമാൻഡും അതിന്റെ ഫാക്ടേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന മാർക്കറ്റ് ഡിമാൻഡിലാണ്. അപ്പൊ നമുക്ക് ഈ 2 പോയിന്റ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. 3ഉം 4 നോക്കി, 3ഉം 4ഉം ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല, അപ്പം ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അറിയുന്ന 2 വെച്ചിട്ട് ഒരെണ്ണം മാത്രം നോക്കരുത്, റിപ്പീറ്റേഷൻ വരും. ഇവിടെ കണ്ടോ 3 2 വരുന്നുണ്ട്, അപ്പൊ 1 മാത്രം വെച്ച് ഡിസിഷൻ എടുക്കരുത്, 4 2 വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഏതെങ്കിലും 2 നിങ്ങൾക്ക് അറിയുന്ന കറക്റ്റ് ആയിട്ട് അറിയുന്ന 2 മാത്രം വെച്ചിട്ട് ചെയ്യാം. എല്ലാം ആലോചിച്ച് സമയം കളയരുത്.
റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഇൻഡിക്കേറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, ഡിമാൻഡ് കർവ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു, മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടി അല്ലെ. ഇപ്പൊ ഡിക്രീസ് ഇൻ സപ്ലൈ, സോറി ഇത് ഡിമാൻഡ് കർവ് അല്ല ഉദ്ദേശിച്ച, സപ്ലൈ കർവാണ്. റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവാണ്, ഇൻഡിക്കേറ്റ്സ് ഡിക്രീസ് ഇൻ സപ്ലൈ, ഇൻക്രീസ് ഇൻ സപ്ലൈ. ഇൻക്രീസ് ഇൻ സപ്ലൈ ആണ് അതിൽ വരുന്നത്. Which of the following is the condition of equilibrium for monopolist? ഇപ്പൊ മോണോപ്പൊളിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മോണോപ്പൊളി കോമ്പറ്റീഷൻ എന്തായിരുന്നോ? മോണോപ്പൊളി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നാമത്തെ ആപ്ലിക്കബിൾ ആണെന്ന് നോക്കുക. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Cost incurred for production of additional unit of a commodity. Marginal revenue എന്ന് പറഞ്ഞാൽ revenue from one additional unit of a, by selling one additional unit of a commodity. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താവും? അവിടെ ഇക്വിലിബ്രിയം വരില്ല എന്തായാലും. ഞാൻ പുതുതായിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വന്ന കോസ്റ്റും എനിക്ക് അതിൽ നിന്ന് കിട്ടിയ റവന്യൂം സെയിം ആയി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇപ്പൊ മോണോപോളിസ്റ്റിൽ നമുക്ക് ഇത് പറയാം. ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം പറയാൻ പറ്റില്ല അല്ലെ. പ്രൈസും ഇതെല്ലാം കൂടി ഈക്വൽ ആവാൻ പറ്റില്ല. റവന്യൂ ഈക്വൽ ആവാം, ബട്ട് പ്രൈസ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. കാർഡിനൽ മെഷർ ഓഫ് യൂട്ടിലിറ്റീസ് റിക്വയർഡ് ഇൻ, നമ്മൾ പറഞ്ഞില്ലേ കാർഡിനൽ ഓർഡിനൽ എന്ന് പറഞ്ഞു. അപ്പം കാർഡിനൽ യൂട്ടിലിറ്റി മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റീസ് റിക്വയർഡ് ഇൻ, നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി തിയറിയിലും യൂട്ടിലിറ്റി അനാലിസിസിലും വരുന്നുണ്ട്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നമുക്ക് അത് ആപ്ലിക്കബിൾ ആയിട്ട് പറയുന്നത് ഇൻഡിഫറൻസ് കർവിലാണ്. ഇൻഡിഫറൻസ് കർവില് നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇൻഡിഫറൻസ് തോന്നുവാണ് അല്ലെ. പല ബണ്ടിൽസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം യൂട്ടിലിറ്റി കിട്ടുവാണ്. അപ്പൊ സെയിം യൂട്ടിലിറ്റി നമ്മൾ അളന്നിട്ടല്ല അവിടെ പറഞ്ഞത്, എങ്ങനെയാ പറഞ്ഞത്? റാങ്ക് ചെയ്തിട്ടാ പറഞ്ഞത് അല്ലെ. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർഡിനൽ മെഷർ ഓഫ് യൂട്ടിലിറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗിഫൻ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ്. ഗിഫൻ ഗുഡ്സ് എന്തായിരുന്നു? ബ്രെഡും പൊട്ടാറ്റോ അല്ലെ. ബ്രെഡും പൊട്ടാറ്റോ പ്രത്യേകത എന്താ? നമുക്ക് പൈസ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ബ്രെഡും പൊട്ടാറ്റോ ഒക്കെ കഴിച്ചിരിക്കും. പൈസ കൂടി കഴിഞ്ഞാൽ നമ്മൾ പിസ്സ വാങ്ങിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കയ്യില് ഫോർ വിച്ച് ഡിമാൻഡ് ഇൻക്രീസസ് ആസ് പ്രൈസ് ഇൻക്രീസസ്. അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, സോറി ഇൻകം ഇൻക്രീസസ് ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വിച്ച് ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ. Given goods which have high elasticity of demand. ഹൈ ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ നമ്മള് which gives rise to Cobb's situation. Cobb's situation എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റില് ഫ്രീക്വന്റ് ഫ്ലക്ച്വേഷൻസ് വരുന്നതാണ് നമ്മൾ Cobb's situation എന്ന് പറയുന്നത്. അതെല്ലാം ശരിക്കും ഇതിന് ഓപ്ഷൻ വിച്ച് ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ ആണ്. ഫസ്റ്റ് വൺ ഞാൻ അത് റോങ് ആണ്. ഗിഫൻ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവില്ല ഗിഫൻ ഗുഡ്സ് മാർക്കറ്റില്. മാച്ച് ദ ഫോളോയിങ്. ഇത് കുറെ ആൾക്കാർ അഡ്വക്കേറ്റ് ചെയ്താണ്. ആഡം സ്മിത്ത് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വെൽത്ത് ഓഫ് നേഷൻ ആണ് അവരുടെ മെയിൻ ഡെഫിനേഷൻ അല്ലെ. സ്റ്റഡി ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ആണ് നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ആഡം സ്മിത്ത് എന്ത് പറയാം നമുക്ക്? വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തത് 4 ആണ്. എല്ലാത്തിലും ഒന്നാമത്തെ 4 ആണ്. വേണ്ട ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇപ്പൊ രണ്ടാമത്തത് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതിലാണ് നമ്മൾ ഗിഫൻ ഗുഡ്സിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്തത്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന റോബർട്ട് ഗിഫൻ ആണ്. ഇയാളുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ആ ഗിഫൻ ഗുഡ്സിന് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിലാണ് നമ്മൾ ഗിഫൻ ഗുഡ്സ് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ എന്താ വരുന്നത്? 1 ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ 1 ആയിട്ടുള്ളത് ഇവിടെ നോക്കുന്ന സമയത്ത് 2 ഉണ്ട് അല്ലെ. അപ്പൊ ബാക്കി 2 നമുക്ക് കട്ട് ചെയ്യാം. നെക്സ്റ്റ് കിങ്ഡ് ഡിമാൻഡ് കർവ് മൂന്നാമത്തത്. അത് സ്വീസി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെയിം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോ. ഇങ്ങനെ കുറച്ച് അത് അഡ്വക്കേറ്റ് ചെയ്ത ആൾക്കാരുടെ പേര്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഈ റോബർട്ട് ഗിഫൻ ആൻഡ് ആഡം സ്മിത്ത് എന്തായാലും
ഓർത്ത് വെക്കുക. പിന്നെ കോബ് ഡഗ്ലസ് നമുക്കറിയാം, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോബ് ഡഗ്ലസ് തിയറി ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ അത് ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ആൻസർ കിട്ടും. ഇത് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പോളം സ്വീസി ഇതിന്റെ ഡിമാൻഡ് കർവില് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആണ്. What kind of elasticity of demand is faced by oligopolistic firm? ഒരു oligopolistic firmല് ഫേസ് ചെയ്യുന്ന elasticity of demand ആണ് പറയുന്നത്. Low elasticity for price rise and more elasticity for price cuts. Oligopolistic firmൽ എന്തായിരുന്നു? Oligopolistic firmൽ വരുന്നത് huge number of buyers and sellers, പക്ഷേ maybe selling identical or in differentiated products, mainly differentiated products ആണ് വരുന്നത്. അതാണ് oligopolistic firm എന്ന് പറയുന്നത്. അപ്പം ഹലോ ഇലാസ്റ്റിസിറ്റി ഫോർ പ്രൈസ് റൈസ് ആൻഡ് മോർ ഇലാസ്റ്റിസിറ്റി ഫോർ പ്രൈസ് കട്ട്സ് വരാൻ ചാൻസ് ഇല്ല അല്ലെ. കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ. ഹൈ ഇലാസ്റ്റിസിറ്റി ഫോർ ബോത്ത് വെദർ ദർ ഇസ് പ്രൈസ് റൈസ് ഓർ പ്രൈസ് കട്ട്സ്. ഹൈ ഇലാസ്റ്റിസിറ്റി വരില്ല ബിക്കോസ് ദർ ഇസ് ഹ്യൂജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. Low elasticity for both whether there is a price rise or price cut. High elasticity for price rise but less elasticity for price cuts. ഇതാണ് വരുന്നത്. പ്രൈസ് റൈസിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും, ബട്ട് ലെസ് ഇലാസ്റ്റിസിറ്റി ഫോർ പ്രൈസ് കട്ട്സ്. പ്രൈസ് കുറയുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി അത്രയില്ല. അതാണ് ഒളിഗോപോളിസ്റ്റിൽ വരുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവാറില്ല ഒളിഗോപോളിസ്റ്റിക്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞിട്ട് നിങ്ങളെ മൊത്തം കൺഫ്യൂഷൻ ആകാത്ത. ഒളിഗോപോളിസ്റ്റിക് ഫേം ആ ടൈപ്പില് എന്താണ് വരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ലാസ്റ്റ്. ആ പാർട്ടിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്മളെ മാർക്കറ്റ് ഫോംസ് ഓഫ് മാർക്കറ്റിൽ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ നോഷൻ ഓഫ് കൺസ്യൂമർ സർപ്ലസ്? എന്തായിരുന്നു കൺസ്യൂമർ സർപ്ലസ്? ഒരു കൺസ്യൂമർ എത്രയാണോ കൺസ്യൂമർ സർപ്ലസിന്റെ ബേസിക് ആയിട്ടുള്ള പറഞ്ഞാൽ മതി. എന്താണ് ഒരു കൺസ്യൂമർ ചെലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വില്ലിങ്നെസ്, അതേപോലെ തന്നെ അവര് ആക്ച്വലി സംഭവിച്ച എന്താണ്, അതിന്റെ ഒരു ഡിഫറൻസിനാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു ഡിഫറൻസ് ഇതാണ് സർപ്ലസ്. The difference between what consumers are willing to pay for a given quantity of goods and service and the amount they actually pay. ഇതാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇപ്പൊ പേയ്മെന്റിനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ the difference between the consumers willing to buy, ക്വാണ്ടിറ്റി ആണ് ഇവിടെ പറഞ്ഞത്, ക്വാണ്ടിറ്റി അതിൽ വരില്ല. The difference between what the consumers plan to buy given quantity versus what they actually buy. ഇവിടെയും ക്വാണ്ടിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി ആൻഡ് അഡീഷൻ ടു യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി അല്ല, പേയ്മെന്റ് ആണ് കൺസ്യൂമർ സർപ്ലസിൽ ഉദ്ദേശിക്കുന്നത്. Market demand and supply equation for a product are D quantity demanded equal to 30 minus 3P, quantity supplied equal to 20 plus 2P. നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? D equal to S അല്ലേ. D equal to S ആണെങ്കിൽ 30 minus 3P equal to 20 plus 2P. ഇവിടെ നമ്മളോട് here quantity Q for quantity, P for price. What is equilibrium demand? P ആണെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം അല്ലേ. 30 minus 3P equal to 20 plus 2P എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? P ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മളോട് ചോദിച്ചെന്താ? D ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം P കണ്ടുപിടിക്കാം. P എങ്ങനെ കണ്ടുപിടിക്കാം? 30 minus 3P equal to 20 plus 2P. എന്ത് ചെയ്യണം? 30 മൈനസ് ഈ നമ്പറിനെ ഒരു സൈഡിലിടാം, നമ്മളെ P രണ്ടും ഒരു സൈഡിലിടാം, എന്നിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയ P ഇല്ലേ, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? D അല്ലേ കണ്ടുപിടിക്കേണ്ടത്. D എവിടെ ഇരിക്കുന്നത്? ഒന്നാമത്തെ ഇക്വേഷനില്. D ഈക്വൽ ടു 30 മൈനസ് 3P കണ്ടുപിടിച്ച് Pയുടെ അപ്ലൈ ചെയ്താൽ പോരെ അല്ലേ. അപ്പൊ ഇങ്ങനെ P എത്ര കിട്ടുന്ന നോക്കിയാ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ 30 മൈനസ് 3P ഞാനും ചെയ്യാം. -30 minus 20 വരും അല്ലെ. അപ്പൊ 10 ഈക്വൽ ടു 30 മൈനസ് 3P എന്ന് പറഞ്ഞാൽ നമ്മൾ 20 ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 30 മൈനസ് 20 വന്നു, 10 വന്നു. അപ്പുറ സൈഡിൽ എന്താ ഉള്ളത്? അപ്പൊ 2P പ്ലസ് 3P, അപ്പൊ 5P വരും. 10 ഈക്വൽ ടു 5P അല്ലെ.
ചെയ്യുന്നുണ്ടോ? 10 ഈക്വൽ ടു 5p ഇട്ട് കഴിഞ്ഞാൽ നമ്മള് p എന്ത് വരും? 2 അല്ലേ വരുന്നത്. p ഈക്വൽ ടു 2. p ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാൽ നമുക്ക് d കണ്ടുപിടിക്കണം. p മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ d ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കിട്ടിയ p എടുത്തിട്ട് d യുടെ ഇക്വേഷൻ കിട്ടാൻ മതി. d ഈക്വൽ ടു 30 മൈനസ് 3p. p നമുക്ക് 2 കിട്ടി അല്ലേ? 30 മൈനസ് 3p എന്ന് പറഞ്ഞാൽ 30 മൈനസ് 3 ഇൻറ്റു 2. 30 മൈനസ് 6 വരും. എത്ര വരുന്നത്? 24. 24 ഇവിടെ ആൻസർ. ഈക്വേഷൻ കണ്ടൊന്നും പേടിക്കണ്ട, ഡയറക്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ p ആണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് തീർക്കാം. 30 മൈനസ് 3p ഈക്വൽ ടു 20 പ്ലസ് 2p. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. p കിട്ടി. d കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കിട്ടിയ p എടുത്ത് d അപ്ലൈ ചെയ്യാം. d ഈക്വൽ ടു 30 മൈനസ് 3p. കിട്ടിയ p എത്രയായിരുന്നു? 2. 30 മൈനസ് 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മൈനസ് 3 ഇൻറ്റു 2. 3 6 അല്ലേ? അപ്പൊ 30 മൈനസ് 6 ഈക്വൽ ടു 24. ക്ലിയർ അല്ലേ? Which of the following assumption is not related to consumer behavior based on cardinal utility? അപ്പൊ ആ cardinal utility, ordinal utility ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചോ. Which of the following assumption is not related to consumer behavior based on cardinal utility approach? ഇപ്പൊ കൺസ്യൂമർ ബിഹേവിയറിൽ cardinal utility approachൽ വരാത്തൊരു അസംഷൻ എന്താണെന്നാ പറയുന്നത്? Rationality, diminishing marginal utility of money. മണിയാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇവിടെ എന്താ പഠിക്കുന്നത്? മണി പഠിക്കുന്നുണ്ടോ? യൂട്ടിലിറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ, മണി പഠിക്കുന്നില്ല. യൂട്ടിലിറ്റി കാർഡിനലി മെഷറബിൾ, അതാണല്ലേ ഇവിടെ പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ പറയുന്നത് കാർഡിനലി മെഷറബിൾ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ, ഓർഡിനൽ എന്ന് പറഞ്ഞാൽ റാങ്ക്, അപ്പൊ കാർഡിനൽ എന്ന് പറഞ്ഞാൽ നമ്പർ. അത് രണ്ട് അനാലിസിസുകളും, ഒന്ന് നമ്പറും ഒന്ന് റാങ്കും ആണ്. അപ്പൊ കാർഡിനൽ എന്ന് പറഞ്ഞാൽ നമ്പർ. യൂട്ടിലിറ്റി കാർഡിനലി മെഷറബിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലിമിറ്റഡ് മണി ഇൻകം, അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് അല്ലെ. നമുക്ക് എത്രത്തോളം, എന്തിനാ യൂട്ടിലിറ്റി സ്റ്റഡി ചെയ്യുന്നത്? എന്തിനാ? നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ്, അവിടെയുള്ള പ്രോബ്ലം ഓഫ് ചോയ്സിന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ആയ ഇൻകം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാന്നാണ്, അത് പഠിക്കാനാണ് ഈ യൂട്ടിലിറ്റി പഠിക്കുന്നത്. അപ്പൊ മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി. മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി വിത്ത് ലിമിറ്റഡ് മണി ഇൻകം, അത് തന്നെയാണ് യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതാണ് ബേസിക് റീസൺ എന്ന് പറയുന്നത്. റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെജോറിറ്റി ഇക്കണോമിക്സിലും ഇതിലും നമ്മൾ റാഷണാലിറ്റി ആണ് ഒരു അസംഷൻ പറയുന്നത്. റാഷണൽ സിറ്റുവേഷനിൽ മാത്രമേ എല്ലാ ഇക്വേഷൻസും വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ നമുക്ക് ശരിയല്ലാത്ത ഏതാണ്? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. മണി നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നേ ഇല്ല. From the following, identify one which is not property of indifference curve. Indifference curve എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ് ഇല്ല അല്ലെ, നമുക്കൊരു ശ്രദ്ധയില്ലാത്ത സിറ്റുവേഷൻ ആണ് ഇൻഡിഫറൻസ്. എപ്പോഴാണ് ഇൻഡിഫറൻസ് ആവുന്നത്? നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിഫറന്റ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഇൻഡിഫറൻസ് കർവില് ഒരു പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ്? ഇൻഡിഫറൻസ് കർവ്സ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇൻഡിഫറൻസ് കർവ് നമ്മുടെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത്, ഡിമാൻഡ് കർവ് പോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ഇൻഡിഫറൻസ് കർവ്. നെക്സ്റ്റ്, ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺകേവ് ടു ദ ഒറിജിൻ. കോൺകേവ് അല്ല വരുന്നത്, കോൺവെക്സ് ആണ്. ഡിമാൻഡ് കർവ് പോലെ തന്നെ, അപ്പൊ കോൺകേവ് അല്ല വരുന്നത്, കോൺവെക്സ് ആണ്. വിച്ച് ഇസ് നോട്ട് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ കോൺകേവ് അല്ല. ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ആൻസർ. ബി ആണ് ആൻസർ. അപ്പൊ ബി, ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺകേവ് ടു ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് ഈ ഡു നോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഇമാജിൻ ചെയ്യാൻ ഡിമാൻഡ് കർവ് പോലത്തെ ഒരു കർവ് ആണ്. അപ്പൊ നമുക്ക് യൂട്ടിലിറ്റി അതിൽ നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നത് എന്താ? യൂട്ടിലിറ്റി ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്ടിലിറ്റി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് ആണ്. ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ? നമ്മൾ നേരത്തെ ഡിമാൻഡ് കർവ് പറഞ്ഞില്ലേ, ഡിമാൻഡ് കൂടുതലാകുന്ന സമയത്ത് നമ്മൾ മുന്നോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുന്ന കർവ് അല്ലെ. അതേപോലെ തന്നെയാണ് യൂട്ടിലിറ്റിയുടെ കേസിലും. ഈ യൂട്ടിലിറ്റി കൂടുന്ന സമയത്ത് ഇത് മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യും, യൂട്ടിലിറ്റി കുറയുന്ന സമയത്ത് ബാക്കോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം അടുത്ത ഒരു ഇതിൽ വരുന്ന കോമ്പിനേഷനില് ഞാൻ നേരത്തെ കുറെ കോമ്പിനേഷൻസ് പറഞ്ഞു.
അപ്പൊ അതിലെങ്ങാട്ടി കൂടുതൽ യൂട്ടിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ കൊമോഡിറ്റി കൺസ്യൂം ചെയ്യണം അല്ലെ. കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പം നമുക്ക് യൂട്ടിലിറ്റി കൂടുന്ന സമയത്ത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ പക്ഷെ ഒരിക്കലും രണ്ടെണ്ണം കൂട്ടിമുട്ടില്ല. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്തോളൂ. അപ്പൊ ഇന്റർസെക്ട് ചെയ്ത അതിന്റെ അർത്ഥം എന്താ, രണ്ട് കർവിലും ഒരേ പോയിന്റ് ഉണ്ടെന്നല്ല അർത്ഥം, നല്ല ഇന്റർസെക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ രണ്ട് കർവിൽ ഒരേ പോയിന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ബിക്കോസ് രണ്ട് കർവ് യൂസ് ചെയ്യുമ്പോൾ ഒരേ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. ഒന്നാമത്തെ കർവിലിനെ കാട്ടി കൂടുതൽ നമ്മൾ രണ്ടാമത്തെ കർവിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കർവിൽ യൂട്ടിലിറ്റി കൂടിയത്. അപ്പം എങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരേ യൂട്ടിലിറ്റി വരില്ലല്ലോ അല്ലെ, കൂടുതൽ യൂട്ടിലിറ്റി അല്ലാണ്ട്. അപ്പൊ നമ്മൾ ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ ഡി പോയിന്റും കറക്റ്റ് ആണ്. ഏതാണ് നമ്മൾ റോങ് പോയിന്റ് വരുന്നത്, വിച്ച് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോൺകേവ് ടു ദ ഒറിജിൻ ആണ് നോട്ട് എ പ്രോപ്പർട്ടി വരുന്നത്. ഇതൊക്കെ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിരിക്കും, ഇറ്റ് വിൽ നോട്ട് ഇന്റർസെക്ട് വിച്ച് ഈച്ച് അതർ. പിന്നെ ഒരു പ്രോപ്പർട്ടി കൂടെ പറയാൻ പറ്റുന്ന നമുക്ക് ഇൻഡിഫറൻസ് കർവിന് നമ്മൾ മോർ ദാൻ വൺ ഇൻഡിഫറൻസ് കർവ് വരച്ചു കഴിഞ്ഞാൽ അപ്പർ ഇൻഡിഫറൻസ് കർവിൽ കൂടുതൽ യൂട്ടിലിറ്റി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കൂടുതൽ ഇൻഡിഫറൻസ് കർവ് ഒരുമിച്ച് വരയ്ക്കുന്നതിന് നമ്മളൊരു പേര് പറയും, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഇൻഡിഫറൻസ് മാപ്പ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് വിച്ച് വിൽ നോട്ട് ഇന്റർസെക്ട് ചെയ്യില്ല. ഈ ഗ്രൂപ്പിനകത്ത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ യൂട്ടിലിറ്റി. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ ഇതിൽ എവിടെയെങ്കിലും ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇൻഡിഫറൻസ് കർവിൽ നോക്കി കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാ. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിരിക്കും, പിന്നെ അത് ഇന്റർസെക്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ 2-3 ഇൻഡിഫറൻസ് കർവ് വരച്ചു കഴിഞ്ഞാൽ അത് പാരലൽ ആയിട്ട് അങ്ങനെ പോകും, അതൊരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ അതിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ മേലത്തെ കർവില് കൂടുതൽ യൂട്ടിലിറ്റിയും താഴത്തെ കർവില് കുറച്ച് യൂട്ടിലിറ്റിയാണ് വരുന്നത്. കാർഡിനൽ മെഷർ ഓഫ് യൂട്ടിലിറ്റി ഈസ് റിക്വയർഡ് ഇൻ, ഏതെല്ലാം നമുക്ക് ആവശ്യം കാർഡിനൽ നമ്മൾ അളന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് കർവിൽ അത് വരില്ല അല്ലെ. ഇൻഡിഫറൻസ് കർവിൽ ഏതാ, ഓർഡിനൽ ആണ്. ഇൻഫീരിയർ ഗുഡ്സിലും റിവീൽഡ് പ്രിഫറൻസിലൊന്നും വരുന്നില്ല. യൂട്ടിലിറ്റി തിയറി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കാർഡിനൽ മെഷർ ഓഫ് യൂട്ടിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. Which one of the following is not correct in case of indifference curve? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ് നോട്ട് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്, കറക്റ്റ് ആണ്. ഇൻഡിഫറൻസ് കർവ് ഓഫ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ, കോൺവെക്സ് ആണ്. ഇനി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോൺവെക്സ് ആയിരിക്കില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ ഒരു പോയിന്റ് ആലോചിക്കുക. ഇൻഡിഫറൻസ് കർവ് imperfect substitutes are convex to the origin. അപ്പം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കോൺവെക്സ് ഷേപ്പിലല്ല വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. ഇൻഡിഫറൻസ് കർവ് neither intersect nor are tangent to one another. ടാൻജന്റ് ആണ് അല്ലെ, ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിലും. ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. ഇപ്പോൾ ഇൻഡിഫറൻസ് കർവ് വരച്ചാൽ നമ്മൾ അതിന് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. അതിൽ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഹയർ ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. Arrange the following goods in ascending order of the underlying income elasticity of demand. ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. വെച്ചാൽ ഇൻകം കൂടുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇൻകം കൂടിക്കഴിഞ്ഞാലും ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നോ, ഗിഫൻ ഗുഡ്സ് അല്ലെ. അപ്പൊ അതിനെന്താ നെഗറ്റീവ് അല്ല വരുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല ആദ്യം എഴുതണ്ടേ. അപ്പൊ ഇ ആണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്, ഗിഫൻ ഗുഡ്സ് അല്ലെ. അതിന്റെ മേലെ വരുന്ന ഇൻഫീരിയർ ഗുഡ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ഗിഫൻ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് നമുക്ക് ഒരേ ടേമിൽ യൂസ് ചെയ്യാം. പക്ഷെ ചില കേസസിൽ നമ്മൾ പറയുന്ന ഇൻഫീരിയർ ഗുഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഗിഫൻ ഗുഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ ഗിഫൻ ഗുഡ്സിനായിരിക്കും കുറച്ചുകൂടി എന്ത് പറയുന്നത്, നെഗറ്റിവിറ്റി വരുന്നത് ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ. അപ്പൊ നമുക്ക് ഗിഫൻ ഗുഡ്സ് കഴിഞ്ഞിട്ട് ഇൻഫീരിയർ ഗുഡ്സിലേക്ക് പോവാം അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത് നെസസിറ്റീസിന്റെ കേസിലാണെങ്കിൽ, ഇപ്പൊ നമുക്ക് നെസസിറ്റിയുടെ കേസിലാണെങ്കിൽ
നമ്മൾ ഇൻകം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നെസസിറ്റി ആയിട്ടല്ലേ പർച്ചേസ് ചെയ്യുന്നത്, ഈക്വൽ ആയിരിക്കില്ലേ അല്ലെ, സെയിം റേറ്റിലല്ലേ പോകുന്നത്. അപ്പൊ നെസസിറ്റി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 1 നമുക്ക് ഇടാൻ പറ്റും അല്ലെ. അറേഞ്ച് ദ ഫോളോയിങ് ഗുഡ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അണ്ടർലൈൻ ഇൻകം ഇലാസ്റ്റിസിറ്റി. അപ്പൊ ഇൻകം കൂടി കഴിഞ്ഞാൽ നമ്മൾ നെസസിറ്റീസിന് സ്പെൻഡ് ചെയ്യുന്നത് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഗിഫൻ ഗുഡ്സ് നെഗറ്റീവ്, ഇൻഫീരിയർ അതിന്റെ കുറച്ചുകൂടെ മേലെ, നെസസിറ്റി അതിന്റെ മേലെ. നെക്സ്റ്റ് കണ്ടിരിക്കുന്നത് നോർമൽ ഗുഡ്സ് ആൻഡ് ലക്ഷറി ഗുഡ്സ് ആണ്. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ആവശ്യമുള്ളത്, അത് അനാവശ്യമായിട്ട് നമുക്ക് കൂടുതൽ വാങ്ങിക്കണ്ട. പക്ഷെ ലക്ഷറി ഗുഡ്സ് നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കില്ലേ. ഇപ്പൊ നമുക്ക് ഏത് ഓർഡറിൽ പറയാം, EBACD പറയാം. E എന്ന് വെച്ചാൽ ഗിഫൻ ഗുഡ്സ്, നെക്സ്റ്റ് B, പിന്നെ A, C ആൻഡ് D. നോർമൽ ഗുഡ്സിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 ആയിരിക്കും. പക്ഷെ ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. നെസസിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇത് രണ്ടും നെഗറ്റീവ് ആയിരിക്കും. In a rising income scenario, the obvious decision choices of a firm having very low income elasticity for the product will be. അപ്പൊ ഒരു കമ്പനി ഇരിക്കുവാണ്, ഒരു ഫേം ഇരിക്കുവാണ്, അവരുടെ പ്രോഡക്റ്റിന് ലോ ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. ഇപ്പൊ ലോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇൻ എ റൈസിങ് ഇൻകം സിനാരിയോ, ആൾക്കാരുടെ ഇൻകം കൂടുവാണ്. ലോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടിക്കഴിഞ്ഞാലും അവർ ഈ സാധനം കൂടുതൽ വാങ്ങിക്കണം എന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സെർച്ച് ഫോർ ന്യൂ മാർക്കറ്റ്. ന്യൂ മാർക്കറ്റിൽ പോയിട്ട് കാര്യമുണ്ടോ? ന്യൂ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും അവരുടെ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡിൽ വലിയ വ്യത്യാസം വരണമെന്നില്ല അല്ലെ. പ്രോഡക്റ്റ് ഇന്നോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആൾക്കാർ അതിന്റെ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ന്യൂ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ റിച്ച് പീപ്പിൾ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇൻകം കൂടുതലുണ്ടെങ്കിലും ഡിമാൻഡ് കൂട്ടാൻ ചാൻസ് ഇല്ല. പ്രോഡക്റ്റ് ഇന്നോവേഷൻ, ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഇന്നോവേഷൻ നടത്തിയെന്ന് വിചാരിച്ചോ, ഒരു പ്രോഡക്റ്റ് അതൊരു എന്ന് വെച്ചാൽ നമ്മള് വലിയ ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. ഇന്നോവേഷൻ നടത്തി കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഇല്ലേ അല്ലെ. അപ്പൊ നമുക്ക് ഇന്നോവേഷൻ നടത്താം. ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് ലൈൻ ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഗുണമില്ല അല്ലെ. പ്രോഡക്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ, പ്രോഡക്റ്റ് ലൈൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. അതിൽ ആ ടൈപ്പ് പുതിയ പ്രോഡക്ട്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എക്സ്പോർട്ടിങ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ലോ ആയിരിക്കുന്ന ഒരു സാധനം എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ പ്രോബ്ലം മാർക്കറ്റ് അല്ല ഇവിടെ. അതുകൊണ്ടാണ് സെർച്ച് ഫോർ ന്യൂ മാർക്കറ്റും വർക്ക് ചെയ്യില്ല. എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ നമ്മുടെ പ്രോബ്ലം മാർക്കറ്റ് അല്ല, നമ്മുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചെയ്യണം അല്ലെ. അപ്പൊ പ്രോഡക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് ഇന്നോവേഷൻ നടത്താൻ പറ്റും, പ്രോഡക്റ്റ് ലൈനിൽ എക്സ്റ്റൻഷൻ നടത്താൻ പറ്റും. അപ്പൊ നമുക്ക് B and D ചെയ്ത് കഴിഞ്ഞാലാണ് ബെറ്റർ ഡെസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. നാഷണൽ ഇൻകം ഇക്വിലിബ്രിയം ഈസ് നോട്ട് അറ്റ് ദ ലെവൽ വേർ, നാഷണൽ ലെവൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇക്വിലിബ്രിയം കിട്ടുന്നത് വെച്ചാൽ ഒരു ഈക്വാലിറ്റി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. ഈസ് നോട്ട് അറ്റ് ദ ലെവൽ വേർ aggregate investment equal to aggregate savings, aggregate expenditure equals to aggregate income. ഈ സമയത്തുള്ള നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈക്വാലിറ്റി വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷണറി ഗ്യാപ്സ് ആർ ആബ്സെന്റ്. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഇല്ല. aggregate consumption is constant. കൺസംഷൻ കോൺസ്റ്റന്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റില്ല, അവിടെ ഇൻകം ഇക്വിലിബ്രിയം വരുന്നില്ല അല്ലെ. നമ്മുടെ ഇൻകവും കൺസംഷനും ഒരേ ലെവലിൽ പോകണം എന്നാൽ മാത്രമേ നമുക്ക് ഇൻകം ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റുള്ളൂ. International Fisher effects suggest that a home currency will, ഇന്റർനാഷണൽ ഫിഷർ എഫക്റ്റിൽ നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചിട്ട് അവിടെയുള്ള കറൻസി റേറ്റ് വ്യത്യാസം വരുന്നതാണ് ഇതിൽ പറയുന്നത്. Appreciate if current home rate exceeds current foreign interest rate. Current foreign interest rate ന് കൂടുതൽ നമുക്ക് കറന്റ് ഹോം ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കറൻസി എപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കറക്റ്റ് അല്ല. ഡിപ്രീഷിയേറ്റ് കറന്റ് ഹോം ഇൻട്രസ്റ്റ് റേറ്റ് എക്സീഡ്സ് കറന്റ് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്. കറന്റ് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടും കൂടുതൽ ഹോം ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആണ് ചെയ്യുന്നത്. Appreciate if the current home inflation rate exceeds the current foreign inflation rate.
കറന്റ് ഹോം ഇൻഫ്ലേഷൻ റേറ്റ് സെയിം തന്നെ പറയുന്നത് അല്ലെ, കറന്റ് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടും സോറി ഇൻഫ്ലേഷൻ റേറ്റ് അവിടെ പറയുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇന്റർനാഷണൽ ഫിഷർ എഫക്റ്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ 3ഉം 4ഉം ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്യേണ്ട. ഫിഷർ എഫക്ട്, ഇന്റർനാഷണൽ ഫിഷർ എഫക്റ്റിൽ എന്താ പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചിട്ട് നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നു എന്നാണ് പറഞ്ഞത്. In case there is a rise in general price level along with declining output in the economy, it is called inflation, supply push inflation, deflation. Inflation and deflation ഓർമ്മയുണ്ടോ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാണ് അല്ലെ, എല്ലാ പ്രോഡക്ട്സിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിന്റെയും പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഇവിടെ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ മാത്രമാണെങ്കിൽ അത് ഇൻഫ്ലേഷൻ ആണ്. വിത്ത് ഡിക്ലൈനിങ് ഔട്ട്പുട്ട് ഇൻ ദ ഇക്കോണമി, ഔട്ട്പുട്ടിൽ കൂടി എഫക്റ്റ് വരുവാണെങ്കിൽ അതിനെ സ്റ്റാഗ്ഫ്ലേഷൻ നമ്മൾ പറയാം. ഇപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ മാത്രം, ഡിഫ്ലേഷൻ ആണെങ്കിലും പ്രൈസ് ലെവൽ മാത്രം. അതിനകത്ത് നമ്മൾ ഔട്ട്പുട്ടും കൂടി എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയും. സെയിം തന്നെയാണ് അല്ലെ, റൈസ് ഇൻ ജനറൽ പ്രൈസ് അല്ലെങ്കിൽ ഡിക്ലൈൻ ഔട്ട്പുട്ട്. In which type of market situation competitors offer same type of products and services for the same price with no differentiation? ഞാൻ പറഞ്ഞ മാർക്കറ്റ് സിറ്റുവേഷനിൽ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാർക്കറ്റ് സിറ്റുവേഷന്റെ ഒരു നമുക്കൊന്ന് അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ in which type of market situation competitors offer same type of product and services for the same price with no differentiation? അപ്പൊ നമുക്ക് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, ഒളിഗോപ്പൊളി, ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഹോമോജിനസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് വരുന്നത്. ഇവിടെ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഒന്നും ഇല്ല, അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതിലെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. Which one of the following market structure has many firms with real or perceived product differentiation and some control over price of their product? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് മെനി ഫേംസ് വരുന്ന ഒന്നും കൂടി നമ്മളിവിടെ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ, മെനി ഫേംസ് വരുന്നുണ്ട്. പക്ഷെ അവിടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഇല്ല. ഇനി ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഫേംസ് വിത്ത് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, റിയൽ ഓർ പെർസീവ്ഡ്, റിയൽ ആവണമെന്നില്ല, പെർസീവ്ഡ് ആവാം. എന്നുവെച്ചാൽ നമ്മള് ചേഞ്ചസ് ഇല്ലാതെ ജസ്റ്റ് പ്രോഡക്റ്റിന്റെ പാക്കേജിങ്ങിലൊക്കെ കാണിക്കുന്ന ഡിഫറൻഷിയേഷൻ ആണ് പെർസീവ്ഡ് എന്ന് പറയുന്നത്. റിയൽ ഓർ പെർസീവ്ഡ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ വരുവാണെങ്കിൽ അത് നമ്മൾ മോണോപോളിസ്റ്റിക് എന്ന് പറയും. അപ്പൊ പെർഫെക്റ്റും മോണോപോളിസ്റ്റിക്കും. അപ്പൊ ഇതിന്റെ ഒരു മാത്രമുള്ള ഒരു നമുക്ക് നോക്കാം. ശരിയെന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊന്നും നല്ലപോലെ മനസ്സിലാക്കി വെച്ചു. ഇതൊന്നും 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. There are various kinds of market pursuing perfect competition, monopoly, monopolistic, oligopoly, duopoly. Perfect competition, monopolistic competition, large number of buyers and sellers വരുന്നുണ്ട്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർഫെക്റ്റ് എന്നുള്ള പേരിനെക്കാട്ട് ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ ഒന്ന് നോക്കേണ്ടത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഈ 2 കാര്യം ആലോചിച്ചാൽ തന്നെ ഇതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നില്ല, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഇപ്പൊ കോമ്പറ്റീഷൻ നടക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? എന്തുകൊണ്ട് കോമ്പറ്റീഷൻ നടക്കാത്തത്? സെയിം പ്രോഡക്റ്റ് ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കുക. ഹോമോജീനസ് പ്രോഡക്ട്സ്, large number of buyers, large number of sellers and large number. ഈ 3 പോയിന്റിൽ തന്നെ മെയിൻ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡയറക്ട്ലി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കില്ല, ബട്ട് ഈ 3 പോയിന്റ് ബേസ്ഡ്. പിന്നെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രൈസ് ടേക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്, പ്രൈസ് മേക്കേഴ്സ് അല്ല. നമ്മൾ പ്രൈസ് ഒന്നും മാറ്റാൻ പറ്റില്ല അല്ലെ, ബിക്കോസ് ഹോമോജിനസ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ മാർക്കറ്റ് ഇസ് പ്രൈസ് ടേക്കർ എന്നാണ് നമ്മൾ പറയാം. ഫുൾ നോളജ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, എക്കണോമിക് റേഷണാലിറ്റി ഉണ്ട്, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്, ഫ്രീ എൻട്രി, ഇതും ഒരു പോയിന്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കുറച്ച് പോയിന്റ്സ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അവർക്ക് എപ്പോ വേണമെങ്കിൽ വരാം, എപ്പോ വേണമെങ്കിൽ പോവാം.
പിന്നെ അവിടെ എന്താണ് വരുന്നത്? ഹോമോജൻസ് പ്രോഡക്ട്സ് ആണ്. ദേ ആർ പ്രൈസ് ടേക്കേഴ്സ്. പ്രൈസ് മേക്കേഴ്സ് അല്ല, പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഇപ്പൊ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് നോക്കാം പെർഫെക്റ്റ് കോമ്പിനേഷന്റെ കേസിൽ. ഓക്കെ, അപ്പൊ അവർക്ക് പ്രൈസിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതാണ് പ്രൈസ് ടേക്കർ എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റിൽ തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വരും. ഫേംസ് ആർ ഇൻകേപ്പബിൾ ഓഫ് ഇൻഫ്ലുവൻസിങ് ദ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ പ്രൈസ് ടേക്കർ ആണ് ഇവർ, പ്രൈസ് മേക്കർ അല്ല. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 4 പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പൊ അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് അല്ലെ. ഇനി മൊണോപ്പൊളി നോക്കാം. മൊണോപ്പൊളി നമുക്കറിയാലോ. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ടേം വെച്ച് നമുക്കറിയാം എന്താ വരുന്നത്? സിംഗിൾ സെല്ലർ ആണ് അല്ലെ. സിംഗിൾ സെല്ലർ ആണ്. ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും അതിനില്ല. അപ്പൊ അവരെന്തായിരിക്കും? പ്രൈസ് മേക്കർ ആയിരിക്കും അല്ലെ. അല്ലെ, പ്രൈസ് ടേക്കർ അല്ല, പ്രൈസ് മേക്കർ ആണ്. അപ്പൊ സിംഗിൾ സെല്ലർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആൾക്കാർക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും അയാൾ മൊണോപ്പൊളി ആയി മാറിയത്. അപ്പം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അല്ലെന്ന് അർത്ഥം. ഇത്രയും പോയിന്റ്സ് മൊണോപ്പൊളിയിൽ ആലോചിച്ചാൽ മതി. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, അയാൾ സെല് ചെയ്യാണ്. അപ്പൊ അയാൾ തന്നെ ഡിസൈഡ് ചെയ്യും എന്ത് പ്രൈസ് വേണമെന്ന്. അപ്പൊ അവിടെ എന്തുകൊണ്ടാ മറ്റുള്ളവർ വരാത്തത്? ഒരാൾ മാത്രമായിപ്പോ എന്തുണ്ടോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എൻട്രി ചെയ്യാനും പറ്റുന്നില്ല, എക്സിറ്റ് ചെയ്യാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്താണ്? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇല്ല. അതുപോലെ തന്നെ പ്രൈസ് ഡിഫറൻഷിയേഷൻ വരാം ഇവിടെ. എന്നുവെച്ചാൽ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി എന്ന് അതിന് നമ്മൾ പറയാം. പക്ഷെ നോർമലി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊണോപ്പൊളിയാന്ന് പറയണം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സാധനം ഡിഫറെന്റ് പ്രൈസസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ആൾക്കാർക്ക്. അതിനാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രൈസ് മേക്കർ ആണല്ലോ, അപ്പം പ്രൈസ് എങ്ങനെ വേണമെങ്കിലും അയാൾക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ പ്രൈസ് മേക്കറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അത് ചിന്തിച്ചാൽ മതി. അയാൾക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താൻ പറ്റും. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രോഡക്റ്റിനെ ഡിഫറെന്റ്ലി നമ്മൾ പല പല കോലത്തിലാക്കുന്നതിനാണ് പ്രൈസ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. സെയിം പ്രോഡക്റ്റ് പക്ഷെ കാണുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയത്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ സെയിം സാധനത്തിന് ഡിഫറെന്റ് പ്രൈസ് സെല്ല് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് മൊണോപ്പൊളിസ്റ്റിക്. മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ തന്നെ ഏകദേശം, പക്ഷെ അവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്. കുറെ ആൾക്കാരുണ്ട്, ബയേഴ്സും സെല്ലേഴ്സും. പക്ഷെ പ്രോഡക്റ്റ് വ്യത്യാസമാണ്. പ്രോഡക്റ്റ് വ്യത്യാസമാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കോമ്പറ്റീഷൻ വരും അല്ലെ. ശരിക്കും കോമ്പറ്റീഷൻ വരുന്ന എവിടെയാണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ ഇല്ല. ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് വരുന്ന എവിടെയാണ്? മൊണോപ്പൊളിസ്റ്റിക്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്ന എവിടെയാണ്? മൊണോപ്പൊളി. മാറിപ്പോയത്. മൊണോപ്പൊളിയിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. മൊണോപ്പൊളിസ്റ്റിക്കില് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ് സെല് ചെയ്യുന്നത്. അപ്പൊ ഡിഫറൻഷിയേഷൻ വേണമെങ്കിൽ റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്റ്റിങ്ഷ്ഡ്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മാത്രം മാറ്റാം, പാക്കിംഗ് മാത്രം മാറ്റിയിട്ട് വേണമെങ്കിലും അതിന് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്ന പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഞാൻ പറയില്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഏകദേശം സെയിം തന്നെ, പക്ഷെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്, അതിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ. ഇതന്നെ മെയിൻ ആയിട്ട് വ്യത്യാസമുള്ളൂ. ഇപ്പൊ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇനി വാല്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒളിഗോപ്പൊളി. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വരുന്ന രണ്ടെണ്ണത്തിലേ ഉള്ളൂ, പെർഫെക്റ്റിലും മോണോപ്പൊളിസ്റ്റിക്കിലും. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട്. മോണോപ്പൊളി തന്നെ കുറച്ച് വലുത് എന്നാണ് ആലോചിച്ചാൽ മതി ഒളിഗോപ്പൊളി. അപ്പൊ അവിടെ എന്തുണ്ട്? ഫ്യൂ ഫേംസ് ഉണ്ട്. ഫ്യൂ ഫേംസ് ആണ്. നമ്മുടെ മൊണോപ്പൊളിയിൽ എന്താണ് വന്നത്?
അയാൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഹോമോജിനസ് വേണമെങ്കിൽ സെല് ചെയ്യാം, ഡിഫറൻഷിയേറ്റഡ് വേണമെങ്കിൽ സെല് ചെയ്യാം. അപ്പൊ അവിടെ കുറച്ച് ഫേംസ് ഉണ്ട്, ഫ്യൂ ഫേംസ്, ലാർജ് ഇല്ല, ഫ്യൂ. They sell homogeneous or differentiated products. ഇപ്പൊ ഫ്യൂ ഫോംസ് ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് ഫ്യൂ ഫോംസ് ആയത്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇല്ലാത്ത എല്ലാ സ്ഥലത്തും ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റീലൊക്കെ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ആൾക്കാർ അതിലേക്ക് ഇറങ്ങാത്തത്. അതുപോലെ ഹ്യൂജ് ക്യാപിറ്റലും വേണം, അതൊക്കെ റീസൺസ് കൊണ്ടാണ് ആൾക്കാർ അതിലേക്ക് ഇറങ്ങാത്തത്. അപ്പൊ എന്തെങ്കിലും റീസൺ കൊണ്ട് ആൾക്കാർക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ വരുന്നത്, അഡ്വർടൈസിങ് ത്രൂ ഒക്കെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒളിഗോപ്പൊളിയില് ഹോമോജൻസ് പ്രോഡക്റ്റും വരാം, ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സും വരാം. ഇനി ഡിയോപ്പൊളി എന്ന് പറഞ്ഞാൽ 2 കമ്പനി മാത്രം ഇരിക്കുന്നതാണ് ഡിയോപ്പൊളി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കൊക്കോകോള, പെപ്സിക്കോ കമ്പനി ആലോചിക്കാം. അവര് മാത്രമാണ് മെയിൻ ആയിട്ട് ഇതിലിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡിയോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ആൾക്കാരുണ്ടെങ്കിൽ ഡിയോപ്പൊളി, ഇനി കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഒളിഗോപ്പൊളി. ആ ഓർഡറിൽ നോക്കാം, ആ 3 ആ വഴിക്ക് പോയി. പിന്നെ വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതിൽ 2 ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പൊ ബാരിയേഴ്സ് ടു രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ ആള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ട് അല്ലെ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പേര് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവർ ഹ്യൂജ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഹ്യൂജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മള് മാർക്കറ്റ് സിറ്റുവേഷൻസ്. ഓർമ്മയുണ്ടല്ലോ, ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും, 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളിസ്റ്റിക് ഒരുമിച്ച് പഠിക്കാം. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ക്യാൻ ബി ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. മോണോപ്പൊളിയിലാണെങ്കിൽ എന്താണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. ഒളിഗോപ്പൊളിയിലാണെങ്കിൽ മോണോപ്പൊളി കഴിഞ്ഞിട്ട് ഡിയോപ്പൊളി ആലോചിച്ചോ. മോണോപ്പൊളിയിൽ 1, ഡിയോപ്പൊളിയിൽ 2, ഒളിഗോപ്പൊളിയിൽ ഫ്യൂ. ക്ലിയർ അല്ലേ? അപ്പൊ പിന്നെ ഒന്ന് ഓർമ്മയുണ്ടോ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓർമ്മയുണ്ടോ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻപുട്ട് മാത്രം ചേഞ്ച് ചെയ്യുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുണ്ടോ ഞാൻ നോക്കട്ടെ, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രേറ്റർ ദാൻ 110 എന്നൊക്കെ പറഞ്ഞത്. ഇതാണത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണോ, ഇലാസ്റ്റിക് ആണോ, യൂണിറ്ററി ഇലാസ്റ്റിക് ആണോ, ഇൻഇലാസ്റ്റിക് ആണോ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണോ. അപ്പൊ പ്രൈസ് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് ഒന്നും ഇല്ലാന്നില്ലെങ്കിൽ അതിന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ചെറിയ ചേഞ്ച് ആണെങ്കിൽ അതിന് ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് യൂണിറ്ററി എന്ന് പറയും. കുറച്ച് അത്യാവശ്യം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ഇലാസ്റ്റിക് എന്ന് പറയും. ഹ്യൂജ് ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയും. ഇതിലാണ് വേരിയബിൾ പ്രൊപ്പോർഷൻ വരുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യാണ്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നതിനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒന്ന് മാത്രം ചേഞ്ച് ചെയ്യാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തായിരുന്നു, ലേബറും ക്യാപിറ്റലും യൂസ് ചെയ്തിട്ട് നമ്മൾ
പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇൻപുട്ടിന് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് 2 ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആലോചിച്ചാൽ മതി. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ മാത്രം ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, മാറിപ്പോകത്ത് എല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ല. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിലാണ് യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രം കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കി ഒന്ന് മാത്രം വേരിയബിൾ ആയിട്ട് വെച്ചിട്ട് ബാക്കി കോൺസ്റ്റന്റ് ആവുന്നതിനാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഷോർട്ട് റണ്ണിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ. അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് റണ്ണിൽ യൂസ് ചെയ്യുന്നത്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്നത്. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്നു. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. പിന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്ന് ഡിസ്കസ് ചെയ്തതല്ലേ? ഇപ്പൊ മെയിൻലി ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണമെന്ന് ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, മാനേജറിയൽ എക്കണോമിക്സ്. ഇതെന്താണ് ക്ലിയർ ആയിരിക്കണം. ഡിമാൻഡ് എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, യൂട്ടിലിറ്റി എന്താണ്, ഇൻഡിഫറൻസ് കർവ്. യൂട്ടിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കേണ്ടത് നമ്മള് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി, പിന്നെ വരുന്നത് ഇൻഡിഫറൻസ് കർവ്, പിന്നെ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻസ്, അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ GDP-യിലൊന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ, അങ്ങനത്തെ പ്രോബ്ലംസ് വരാം അതിനകത്ത്. പിന്നെ ഗിഫൻ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്, ഗിഫൻ ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കോംപ്ലിമെന്ററി. ഡിഫറൻസ് കർവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെയിൻലി ഇത്രയും ഫോക്കസ് ഏരിയാസ് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ എല്ലാരും. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇക്കണോമിക്സ് പൊളിച്ചിട്ടെടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഒരു സെഷൻ കൂടി വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. ഞാൻ കൂടുതൽ എല്ലാ പാർട്ടും ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ ഫോക്കസ് ഏരിയാസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കി അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാത്ത പാർട്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. നമ്മളൊന്ന് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അത് അത്രക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇനി ഒരു ക്ലാസ് നമുക്ക്. യെസ്, അപ്പൊ ഓക്കെ എന്നാ.